ഗൈസ് ഗോൾഡ് കോസ്റ്റിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ സർഫസ് പാരഡൈസിലെ ഇൻഫിനിറ്റിയിലോട്ടൊന്ന് പോയി നോക്കണം കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ ആക്ടിവിറ്റിയേ ഉള്ളൂ. ഈ മിറർ മെയ്സ് അല്ലെങ്കിൽ വിഷ്വൽ ഇല്യൂഷൻസ്, ലൈറ്റ് കൊണ്ടുള്ള പല പല ഡിസ്പ്ലേസ്, കുറച്ച് സ്കെയറി റൂംസ് എല്ലാം കൂടെ കൂടിയ ഒരു സംഭവമാണ്. ഇതിനകത്ത് കുഞ്ഞു ബേബീസിന് പറ്റത്തില്ല, കാരണം നമ്മൾ പിള്ളേരെ എടുത്തുകൊണ്ട് പോകാൻ ഒരു സമ്മതിക്കത്തില്ല. കയ്യെ പിടിച്ച് പോകാവുന്ന പിള്ളേർ തൊട്ട് മേളിലോട്ടുള്ള എല്ലാവർക്കും പോകാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. കുറച്ച് റൂംസൊക്കെ കുറേ ഡാർക്ക് ആൻഡ് സ്കെയറി ആണ് കേട്ടോ. ആ റൂമിലൊക്കെ പരസ്പരം നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗ്ലൗസും ഷൂസും തരും, ഷൂ കവറും തരും. അത് മാത്രം അതിനകത്ത് ഇല്ലുമിനേറ്റ് ചെയ്ത് നിൽക്കും. ഇതിനകത്ത് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അതിൻ്റെ മാക്സിമം ഭംഗി അങ്ങോട്ട് എനിക്ക് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നല്ലൊരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു, കുറച്ച് സ്കെയറി റൂംസ് ഒക്കെ ഉണ്ടെങ്കിലും. പിന്നെ നിങ്ങളൊരു വൺ ഡേ ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് മൗണ്ട് ടാംബറിനിലെ തണ്ടർബേർഡ് പാർക്ക്. അവിടെ പല ഏജിലുള്ള പിള്ളേർക്കുള്ള ഈ ട്രീ ടോപ്പ് ചാലഞ്ച്, മിനി ഗോൾഫ്, പിന്നെ ഡിഗിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ മണ്ണ് പിള്ളേർക്ക് തന്നെ മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് അവർക്ക് തന്നെ കുഴിച്ചെടുക്കാനൊക്കെ ഉള്ള ആക്ടിവിറ്റി ഉണ്ട്. ഈ ആക്ടിവിറ്റി ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട്